അധ്യാത്മരാമായണം സുന്ദരകാന്ഡം രാവണൻ്റെ പുറപ്പാട് സാരാംശവും പാരായണവും. ലങ്കയിൽ എത്തിയ ഹനുമാൻ ഏറെ പണിപ്പെട്ട് വൃക്ഷശിഖരത്തിൽ ഇരുന്ന് സീതാദേവിയെ കണ്ടു. സ്വസ്ഥമായിരുന്ന് രാമദേവൻ എന്നെ ഏൽപ്പിച്ച കാര്യം സാധ്യമാകുമെന്ന സന്തോഷവും മറ്റു പലതും ചിന്തിച്ച് ഇരിക്കുമ്പോൾ അസുരനിലയത്തിൽ നിന്നും അപ്രതീക്ഷിതമായ വലിയ ശബ്ദഘോഷം ഉയർന്നു. സീതാദേവിയുടെ സമീപത്തേക്ക് നനച്ചിരിക്കാതെയുള്ള രാവണൻ്റെ പുറപ്പാടായിരുന്നു അത്. ആകാവുന്നത്ര ശൃംഗാര വേഷത്തോടെ അണിഞ്ഞൊരുങ്ങി തരുണീമണികൾ ഉൾപ്പെടെ വലിയ സന്നാഹത്തോടെ രാവണൻ ആഘോഷപൂർവം എഴുന്നള്ളി. അപ്പോൾ ഹനുമാൻ തൻ്റെ ശരീരത്തെ പുഴുവിന് സമമാക്കി ഇലക്കൂട്ടത്തിൽ ഒളിച്ച് ഇരുന്നു. അസുരനെങ്കിലും വിദ്വേഷ ഭക്തിയിലൂടെ രാമഭക്തനാണ് രാവണൻ. മനസ്സിൽ രാമദേവൻ്റെ അസ്ത്രം പതിച്ച് ദേഹനാശം വന്ന് രാമപാദവും വൈകുണ്ഠ പ്രാപ്തിയും കാക്ഷിക്കുന്നുണ്ട് രാവണൻ. അതിനായിട്ടാണ് സീത അപഹരണം നടത്തി. എന്നിട്ടും രാമദേവൻ വരാൻ വൈകുന്നു. എങ്കിലും ശിരോലിഖിതം അനുസരിച്ച് തനിക്ക് മോക്ഷം എത്തിച്ചേരുമെന്നും ചഞ്ചലമില്ലാതെ രാമദേവനെ മനസ്സിലും ഇങ്ങനെ ഓർത്തിരുന്നു രാവണൻ. ഹനുമാൻ ലങ്കയിൽ എത്തും മുൻപ് രാവണന് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. രാമദേവദൂതനായി വിചാരിക്കുന്നവണ്ണം രൂപം മാറുന്ന ഒരു വാനരശ്രേഷ്ഠൻ ലങ്കയിൽ വരുമെന്നും സീതാദേവിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നതാണെന്നും വാനരനെ ഒന്ന് പ്രകോപിപ്പിക്കാൻ സീതയുടെ നേരെ അസ്ത്രസമാനമായ വാക്കുകൾ രാവണൻ പ്രയോഗിക്കുമ്പോൾ അതിലൂടെ രാമനറിഞ്ഞ് ക്രോധം വർദ്ധിക്കുമെന്നുമാണ് ഈ ഘോഷത്തിനാൽ രാവണൻ ഉദ്ദേശിക്കുന്നത്. സ്വപ്നം ചിലർക്കു ഫലിക്കും എന്നും തൻ്റെ മരണവും വൈകുണ്ഠപ്രാപ്തിയും രാവണനിൽ ഉറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. അഴകിയ രാവണൻ്റെ ആടയാഭരണങ്ങളും അതിൻ്റെ ശബ്ദധ്വനികളും ഹനുമാൻ്റെ മനസ്സിനെ വളരെ അലസോരപ്പെടുത്തി. സീതാദേവിയും വർദ്ധിച്ച ഭയത്തോടെ കണ്ണുനീര് ഒഴുക്കി രാമദേവനെ മനസ്സിലുറപ്പിച്ച് ഇരിക്കുമ്പോൾ കാമപാരവശ്യത്തോടെ രാവണൻ സമീപം എത്തിയിരിക്കുന്നു. ഈ ദീപലവും അകതളിരിലോർത്ത കബീവരൻ ഇത്തിരി നേരം ഇരിക്കും ദശാന്തരെ അസുരകുലവര നിലയനത്തിൻ പുറത്തു നിന്നാശുചില ഘോഷശബ്ദങ്ങൾ കേൾക്കായി. ഇമിതമിതി സപതി കിസലയ ജയനിലീനനായി കീടവദേഹം മറച്ചു മരുവിനാൻ. വിബുധകുലരിബുദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കവികുഞ്ചരൻ. അസുരസുര നിശിചരവരാങ്കനാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും. ദശവദനൻ അനവരതമാകതളിരിലുണ്ടുതൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വര. സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു ഞാൻ നിശിതതര ശരശകലിതാംഗനായി കേവലേ നിർമ്മലനായ ഭഗവൽ പാദാംബുജേ വരദന ജനനമരുമാമൃതാനന്ദപൂർണമാം
വൈകുണ്ഠരാജ്യം എനിക്കെന്നു കിട്ടുന്നു. അതിനു ബദ സമയമിതമിതി മനസ്സി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോന്നിടിനേൻ. അതിനുമൊരു പരിഭവമൊടുഴറി വന്നീലവനായുർവിനാശകാലം നമുക്കാഗതം. ശിരസി മമ ലിഖിതമിഹ മരണസമയം ദൃഢം. ചിന്തിച്ചു കണ്ടാലതിനില്ല ചഞ്ചലം. കമലജനുമറിയരുതു കരുതും അളവേതുമേ. കാലസ്വരൂപനാമീശ്വരൻ തന്മതം സതതമകതളിരിലിവ കരുതി രഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ. കവികൾ കുലവരനവിടെയാശു ചെല്ലും മുമ്പേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ. രഘുജനകതിലകവചനേന രാത്രോ വരും കശ്ചിൽ കവിവരൻ കാമരൂപാന്വിതൻ. കൃപയോടൊരു കൃമി സദൃശ സൂക്ഷ്മ ശരീരനായി കൃഷ്ണം പുരവരമന്വീഷ്യ നിശ്ചലം. കരുനികരവര ശിരസി വന്നിരുന്നാദരാൽ കാർമകൾ തന്നെയും കണ്ടു രാമോദന്തം. അഖിലമവളൊടു ബദ പറഞ്ഞടയാളവുമാശു കൊടുത്തുടനാശ്വസിപ്പിച്ചു പോം. അതു പൊഴുതിൽ അവൻ അറിവതിനു ഞാൻ ചെന്നു കണ്ട് ആദി വളർത്തുവാൻ വാഗ്മയാസ്ത്രങ്ങളാൽ. രഘുപതിയോടതും അവൻ അശേഷമറിയിച്ചു. രാമനുമിങ്ങു കോപിച്ചുടനെ വരും രണശിരസി സുഖമരണം അതിനിശിതമായുള്ള. രാമശരമേറ്റെനിക്കും വരും ദൃഢം. പരമഗതി വരുവതിനു പരമൊരുപദേശമാം പന്ഥാവിതു മമ പാർക്കയില്ലേതുമേ. സുരനിവഹം അതിബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചില കാലമൊക്കണം. നിജമനസി ബലവുമിതി വിരവൊടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ. കനകമണിവലയ കടകാംഗത നൂപുര കാഞ്ചീമുഖാഭരണാരവമന്തികേ. വിവശതര ഹൃദയമൊടു കേട്ടു നോക്കും വിധൗ വിസ്മയമമ്മാറു കണ്ടു പുരോഭുവി. വിബുധ രിപു നിശിചരകുലാദിബന്ധൻ വരവെത്രയും ഭീതയായി വന്നിതു സീതയും. ഉരസിജവും ഒരു തുടകളാൽ മറച്ചാതി പൂണ്ടുത്തമാംഗം താഴ്ത്തി വേബധുഗാത്രിയായി. നിജമരണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരെ. ദശവദനനയുഗ ശരവരവശതയാ സമം ദേവീ സമീപേ തൊഴുതിരുന്നിടിനാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.